മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, യാ ഫാത്തിമത ബിൻതി മുഹമ്മദ്, മുഹമ്മദിന്റെ മോള് ഫാത്തിമ, ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈആ, നിന്റെ ഉപ്പ റസൂലാണ്, അള്ളാന്റെ ഹബീബാണ്, മിഅ്റാജിന് പോയ ആളാണ്, അതുകൊണ്ടൊന്നും നിനക്ക് നാളെ ആഖിറത്തിൽ ഉപകാരം കിട്ടുമെന്ന് വിചാരിക്കണ്ട കേട്ടോ. അൻഖിദി നഫ്സകി മിനന്നാർ, നീ നിന്നെ നരകത്തിൽ നിന്ന് കാത്തോളി. അപ്പോഴാ നമ്മള്, ഞാൻ ശംസുലുലമന്റെ മെയിൻ ആളാ, അപ്പൊ മറ്റേ ആള് ഞാൻ ഖമറിന്റെ മെയിൻ ആളാ, അപ്പൊ ഇയാള് ഞാൻ മറ്റേ ഷെയ്ഖിന്റെ അടുത്ത മുരീദ, അപ്പൊ മറ്റവൻ ഞാൻ ഈ അരവിന്ദ് നിലാവിന്റെ മെയിൻ ആളാ, ഏത് ടി വിക്ക് താഴെ പാത്രം വെക്കുന്ന മന്ദബുദ്ധി, അതാണ് ഞാൻ. അങ്ങനെ 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 ഒരു കാര്യമില്ല. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപകാരപ്പെടുമില്ലെങ്കിൽ നമുക്ക് ആര് ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നു? ആര്? നമ്മളിപ്പോ കാണുന്ന ഈ തങ്ങന്മാരാ, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ബാലപാഠം അറിയാത്ത തങ്ങന്മാരാ നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടില്ല? വല്ലാഹി ഇല്ല. അത് വെറും ഒരു ധാരണയാണ്. അത് വെറുതെ ആളുകളുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കുടില തന്ത്രമാണ്. വ്യക്തിപൂജയുണ്ടാക്കി അവരെ കൊണ്ട് നാളങ്ങ് സ്വർഗത്തിൽ പോയി കളയാമെന്നുള്ള വിചാരമുണ്ടാക്കി സാധാരണക്കാരനെ കൊള്ളയടിക്കാനുള്ള ജൂതം പഠിപ്പിച്ച തന്ത്രമാണ്. അതിന്റെ അപ്പുറത്ത് ഒരു സത്യമായിരുന്നു ഇല്ല. എന്തുകൊണ്ടില്ല? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഓതി കൊടുത്തു ഖുർആനിൽ, ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين. നൂഹ് നബിയുടെ ഭാര്യ, ലൂത്ത് നബിയുടെ ഭാര്യ. ശംസുലുലമാന്റെ മുരീദല്ല, ഖമറിന്റെ ബെൻസിന്റെ ഡ്രൈവറല്ല, പിന്നെയോ ആ തങ്ങളെ പുറത്തിരിക്കുന്നവനല്ല. നൂഹ് നബിയുടെ ഭാര്യ 950 കൊല്ലം അള്ളാന്റെ തൗഹീദ് പ്രബോധനം ചെയ്ത റസൂലിന്റെ ഭാര്യ, ലൂത്ത് നബിന്റെയും ഭാര്യ. അള്ളാഹു അവരെ ഉപമിച്ചത് ആരോട് അറിയോ? കാഫിറുകളോട്, സത്യനിഷേധികളോട്. അല്ലാഹു പറഞ്ഞു തരാൻ, കാനതാ അവർ രണ്ടുപേരുമായിരുന്നു, തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈൻ, എന്റെ രണ്ട് നല്ല സാലിഹുകളായ അടിമകളുടെ കീഴിൽ അവരുടെ ഭാര്യമാരായി ജീവിച്ചവരായിരുന്നു. എന്താ നല്ല കണക്ഷൻ അല്ലേ? നാളെ ആഖിറത്തിൽ ഇവിടെ സി എമ്മിന്റെ ഒരാള്, സി എം ഭക്തൻ, ഏത് സി എം മടവൂർ ഭക്തൻ, അതായത് മുദബ്ബിർ, ലോകത്തെ നിയന്ത്രിക്കുന്നതും എന്നെ തന്നെ നിയന്ത്രിക്കുന്നതും ഈ മരിച്ച ചങ്ങാതിയാണെന്ന് പറയുന്ന ഒരു ഭക്തൻ. അതിന്റെ അപ്പുറത്ത് നൂഹ് നബിന്റെ ഭാര്യ, അതിന്റെ അപ്പുറത്ത് ലൂത്ത് നബിന്റെ ഭാര്യ. ഈ മൂന്നാളിൽ ആരായിരിക്കും സ്വർഗത്ത് പോവുക? അതിന്റെ അപ്പുറത്ത് ഒരു സലഫി, ഒരു മുജാഹിദുകാരൻ, ഈ മിമ്പറിന്റെ ഈ മെഹ്റാബിന്റെ വക്താക്കൾ, അൽ ഹിദായന്റെ. ആരാ സ്വർഗത്ത് പോവാ? അള്ളാഹു പറഞ്ഞു, ഈ മൂന്നെണ്ണമില്ലേ നരകത്തിലേക്ക് ഞാൻ എടുത്തിട്ട് എറിയും. ആരെ? സി എം ഭക്തനെയും നൂഹ് നബിന്റെ ഭാര്യനെയും ലൂത്ത് നബിന്റെ ഭാര്യനെയും. അപ്പൊ ആൾക്കാർ ചോദിക്കും, നബിന്റെ ഭാര്യ നരകത്തിലോ? അള്ളാഹു പറഞ്ഞെന്താ അറിയോ? ഫഖാനതാഹുമാ, ആ രണ്ടുപേരും പ്രവാചകന്മാരുടെ ഭർത്താക്കന്മാരുടെ ഉപദേശം സ്വീകരിച്ചില്ല, ചതിവ് കാണിച്ചു. ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ, ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ, അവർ രണ്ട് റസൂലുകളുടെ നബിമാരുടെ ഭാര്യമാരാണ് എന്നത് അവർക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരു ഉപകാരവും ചെയ്തില്ല. എന്ന് മാത്രമല്ല, വഖീല, ഈ രണ്ട് പെണ്ണുങ്ങളോടും പറയപ്പെടുകയും ചെയ്യും, ഉദ്ഖുലന്നാറ മഅദ്ദാഖിലീൻ, നരകവാസികൾ നരകത്തിൽ പോകുമ്പോ അവരോടൊപ്പം നരകത്തിലേക്ക് വിട്ടോളാൻ. നബിന്റെ ഭാര്യമാരോട് എന്ന് പറഞ്ഞാൽ കണക്ഷൻ നോക്കിയിട്ട് നിൽക്കണ്ട, എടുത്തിട്ട് എറിയും. അള്ളാഹു കാക്കട്ടെ. ഞാൻ വേറൊരു തങ്ങളെ കഥ പറയാം. ഏത് തങ്ങള്? ലക്ഷദ്വീപിൽ നിന്ന് വന്ന തങ്ങളല്ല. പിന്നെ നമ്മൾ ഇന്ന് കണ്ട് പരിചയമുള്ള ആ തങ്ങളുണ്ടല്ലോ, 8 മോതിരം, മറ്റേ പച്ചശാള്, കന്തൂറ, അതല്ല. പരിവാരങ്ങള് അതല്ല. ഖുർആൻ പറഞ്ഞൊരു തങ്ങള്, പക്ക നസൽ നസബ് പരമ്പരയുള്ള തങ്ങള്. ആരെന്നറിയോ? അബൂലഹബ് തങ്ങള്. അതയാള് തങ്ങളല്ലേ?
എടാ തങ്ങളല്ലേ, മൂത്താപ്പ ചോര അബ്ദുൽ മുത്തലിബിന്റെ മോൻ റസൂലുള്ളാഹി തങ്ങളെ ഉപ്പാന്റെ ജ്യേഷ്ഠൻ. ഒരു തങ്ങൾച്ചിയുണ്ട്, ഉമ്മു ജമീല, അവന്റെ ഓള്. അത് തങ്ങൾച്ചി. സയ്യിദും സയ്യിദത്തും. ഇപ്പോഴത്തെ ഈ പറയുന്നതൊക്കെ നമുക്ക് സംശയമാണ്. അങ്ങനെ തൗഹീദ് ഇല്ലാത്തൊരുത്തം വന്നിട്ട് ഞാൻ സയ്യിദാന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, നമുക്ക് എന്താ, അങ്ങനെ ആരെല്ലാം എന്തെങ്കിലും പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്തെ, അങ്ങനത്തെ ഒരു വിഷയം ഇല്ലാന്ന് ഇസ്ലാമില്. ഒരു വലിയ കഥയല്ല, ഒരു കാര്യമില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അബൂലഹബ് തങ്ങള് നാളെ പോയിട്ട് പറയാം അള്ളാനോട്, അള്ളാഹുവേ, എന്റെ അനുജന്റെ മകനാണ് നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ അത് വെച്ചിട്ടൊന്ന് ഒരു അള്ളാഹു പറയുന്നത് അറിയോ? സയസ്ലാ നാറൻ ദാത ലഹബ്. അബൂലഹബ് തങ്ങളെ, ആ തങ്ങളെ ഞാൻ നരകത്തിലിട്ടിട്ട് കത്തിച്ചു കളയും. വംറഅതുഹു, അവന്റെ ഓള് തങ്ങൾച്ചി ഉമ്മു ജമീല, ഓളയും ഞാൻ നരകത്തിലിട്ട് കത്തിച്ചു കളയും. കാരണം അവൻ എന്റെ തൗഹീദിനെതിരെ ആദ്യം ശബ്ദിച്ചവരാണ്. എങ്കിൽ ഇന്ന് ദുനിയാവിൽ തൗഹീദിനെതിരെ ശബ്ദിക്കുന്ന തങ്ങളെന്ന പേരുള്ളവരുണ്ടെങ്കിൽ കേട്ടോടിൻ, കാത്തിരിക്കുന്നത് കെട്ടുകെടുത്ത ശിക്ഷയാണ്. കാരണം അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് അംഗീകരിക്കലാണ് ഒരടിമയുടെ ലക്ഷ്യം. കെയർ ഓഫ് ഇല്ല. അതേസമയം وضرب الله مثلا للذين آمنوا امرأة فرعون. സത്യവിശ്വാസികൾക്ക് ഒരു ഉപമ അല്ലാഹു ഇതാ ഉപമിക്കുകയാണ്. അതാരെന്നറിയോ? ഞാനാണ് റബ്ബെന്ന് വാദിച്ച ഫിർഔന്റെ ഭാര്യ ആസിയ. എങ്ങനെ? ഒരിക്കലും യോജിക്കൂല. ഫിർഔന്റെ ഭർത്താവ് ഫിർഔൻ, ആസിയന്റെ ഭർത്താവ് ഫിർഔൻ പറയാണ് ഞാനാ റബ്ബ്. ആസിയ പറഞ്ഞു നീയല്ല, നിന്നെ സൃഷ്ടിച്ചോനാ എന്റെ റബ്ബ്. മറ്റൊരു പ്രവാചകന്മാരെ ഭാര്യമാര് കെയർ ഓഫ് നോക്കിയിട്ടൊന്നും എഴുന്നൂറ് ചോദിച്ചോട്ടെ, കെയർ ഓഫ് നോക്കിയിട്ടാണെങ്കിൽ അബൂ താലിബ് എന്തൊരിഷ്ടമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അബൂബക്കർ സിദ്ദീഖിന്റെ ബാപ്പ അബൂ ഖുഹാഫ വയസ്സുകാലത്ത് വന്നിട്ട് കൈപിടിച്ച് മുസ്ലിമായി. അബൂബക്കർ സിദ്ദീഖ് കരഞ്ഞുപോയി. ആൾക്കാർ ചോദിച്ചു എന്തിനാ കരയുന്നത്? അവര് പറഞ്ഞു എന്റെ ഉപ്പാന്റെ കൈകൾക്ക് പകരം അബൂ താലിബിന്റെ കൈകളായിരുന്നെങ്കിൽ എന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു പോയി. നബിക്കെന്ത് സന്തോഷമാകുമായിരുന്നു. കാരണം അത്ര ആശിച്ചു മൂത്താപ്പ വരാൻ. അന്ന് കൊടുത്തില്ല. നാളെ അബൂ താലിബ് പോയിട്ട് പറയാ ഞാൻ നിന്റെ റസൂലിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. അല്ല ദുനിയാവിൽ കഴിഞ്ഞു പോ, ഖലാസ്. ഇല്ല, ഒരു കെയർ ഓഫും ഇല്ല. ആകെയുള്ളത് പ്രിയപ്പെട്ടവരെ ഷഹാദയുടെ ബന്ധമാണ്. കരാറ് എന്താ? കരാറ് രണ്ട് ഫർദോടുകൂടി, ലാ ഇലാഹ ഒന്ന്, ഇല്ലല്ലാഹ് രണ്ട്. അതാണ് ഈ പള്ളിയിൽ നിന്ന് കേൾക്കാൻ പോകുന്ന ശബ്ദം ഇൻഷാ അല്ലാഹ്. ഒന്ന് ലാ ഇലാഹ അഥവാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയുടെ ഒന്നാമത്തെ ഫർദ് നഷ്ടപ്പെട്ടു പോയാൽ അമല് ബാത്തിലാണ്. അത് പിന്നെ സ്വഹീഹാവൂല. സ്വഹീഹല്ലാത്ത അമൽ അല്ലാഹുവിന്റെ അടുക്കൽ ഖബൂലിയത്തില്ലാത്തതാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ 14 ഫർദുകൾ അക്കമിട്ട് എണ്ണിപ്പടിച്ച് സൂക്ഷ്മമായി നമ്മൾ ചെയ്യുന്നത്. അതിനേക്കാളും ആദ്യം ഷഹാദത്തിന്റെ ഫർദ് പഠിച്ച് അതിൽ ശരിയാക്കലാണ് വേണ്ടത്. എന്നാലേ നമ്മൾ മുസ്ലിം ആവുള്ളൂ. പിന്നല്ലേ നിസ്കാരം. ലാ ഇലാഹ ഒന്നാമത്തെ ഫർദ് അഥവാ നഫ്യുൽ ആം, സർവ നിഷേധം. അതാണ് വാക്കിനർത്ഥം. നഫ്യുൽ ആം ഒന്നാമത്തെ ഫർദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത ബാത്തിലായി ഈ ദുനിയാവിൽ ആരാധിക്കപ്പെടുന്ന, സഹായം തേടപ്പെടുന്ന, വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന, കാവൽ തേടപ്പെടുന്ന, ഭരമേൽപ്പിക്കപ്പെടുന്ന, ഉപകാരം തേടപ്പെടുന്ന, ഷർറുകളിൽ നിന്ന് കാവൽ തേടപ്പെടുന്ന ഏതൊക്കെ വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികളുണ്ടോ അതിനെ മുഴുവൻ ഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റൽ ഒന്നാമത്തെ ഫർദ്. ജൂതന് സഹിക്കോ പറഞ്ഞാല് അതുകൊണ്ട് ആ സലഫികളെ മിമ്പറിനോട് ജൂതന് ഇഷ്ടക്കേട്. ഇവരെന്തു പറയും? ഉള്ളുന്ന അല്ലാത്ത എല്ലാത്തിനും പുറത്തെടുത്ത് കളയാൻ പറഞ്ഞു. അത് കളഞ്ഞാൽ പിന്നെ കണക്ഷൻ കിട്ടിയില്ലേ, പിന്നെ നമ്മളെന്ത് ചെയ്യും? അതാ ജൂതന്റെ പേടി. അതുകൊണ്ട് ആ സലഫികൾ ഇത്ര ശക്തമായിട്ട് ഈ വിഷയം കേരളക്കരയിൽ സംസാരിക്കുന്നത്. ജൂതൻ ആഗ്രഹിച്ച പോലെ ബാത്തുലുകള് കാക്കത്തൊള്ളായിരം ഉണ്ടാക്കപ്പെട്ടു കഴിഞ്ഞു. ഇല്ലാത്ത പോലീസുകൾ പറഞ്ഞ് ജാറങ്ങളിലേക്ക്, ദർഗകളിലേക്ക് വിളിക്കുന്ന മൗല്യന്മാരുടെ എണ്ണം വർദ്ധിച്ചു. അവർ ഈ ഉമ്മത്തിന്റെ നാശത്തിലേക്ക് നയിക്കുകയാണ്. അവർക്ക് തടയിടണമില്ലെങ്കിൽ ആകാശ ലോകത്തുള്ളവന് കോപം വരും. ഖുർആൻ പഠിപ്പിച്ച താരീഖ് മുഴുവനും അതാണ്.
ബാത്തിലിനെ കയറ്റി അള്ളാഹു കോപിച്ചു, നശിപ്പിച്ചു കളഞ്ഞു. എപ്പോഴാണ് അവർ ബാത്തിൽ ഒഴിവാക്കി? ഇല്ലല്ലാഹ് ഐ ഇസ്ബാത്തുൽ ഖാസ്. രണ്ടാമത്തെ ഫർദ് ഇസ്ബാത്തുൽ ഖാസ്, അല്ലാഹനെ മാത്രം സ്ഥിരപ്പെടുത്തൽ. എല്ലാത്തിനും ഒഴിവാക്കി അല്ലാഹനെ മാത്രം. ഈ രണ്ട് ഫർദ് പാലിച്ചുകൊണ്ട് ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊറ്റൊരിക്കൽ പറഞ്ഞാൽ മതി, ദഖലൽ ജന്ന, സ്വർഗത്തിലാണ്. മറ്റൊരുത്തൻ ബാത്തിലിനെ ഒഴിവാക്കിയിട്ട് അഥവാ ഫർദ് പാലിച്ചിട്ടില്ല. ഹൃദയത്തിൽ മുദീ ശൈഖുണ്ട്. പിന്നെ ആരെങ്കിലും നാട്ടിലുള്ളത്? മലപ്പുറം അല്ലേ, നിങ്ങൾക്ക് അറിയാലോ. എല്ലാരും ഉണ്ട്. പിന്നെ ആരുണ്ട്? CM ഉണ്ട്. ഏത്? മടവൂർ ശൈഖ്, അയാളും ഉണ്ട്. പിന്നെ ആരുണ്ട്? ഭീമാപ്പള്ളിയിലെ ഉമ്മിച്ചാവും ഉണ്ട്. എല്ലാ ഹൃദയത്തിലുണ്ട്. പൊരാറ്റിയുടെ ഒരു കെട്ടുണ്ട്, ഈടയുണ്ട് ഒരു കെട്ട്, പീടിയിൽ വെൽപ്പ് തുറന്നാൽ അതിലുണ്ടൊരു കടലാസ്, പരക്ക് പോയാൽ ആടെയുണ്ടൊരു കുപ്പി. എല്ലായിടത്തും എല്ലാം ഉണ്ട്. എന്നിട്ട് തസ്ബീഹ് വിളിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു കോടി പറഞ്ഞാലും കോടിക്കണക്കിന് കോടി പറഞ്ഞാലും വല്ലാഹി സത്യം, അല്ലാഹുവാണ് സത്യം, അത് അല്ലാഹു ഖബൂൽ ചെയ്യൂല. കാരണം ഫർദ് നഷ്ടപ്പെട്ടു പോയി. എന്താ ഫർദ്? എല്ലാത്തിനെയും എടുത്തു കളയൽ. അല്ലാഹു പറഞ്ഞു, ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവതിൽ വുസ്ഖാ. ഖുർആൻ. ആദ്യം ബാത്തിലിനെടുത്ത് കളയണം, എന്നിട്ട് അല്ലാഹനെ മുറുകെ പിടിക്കണം. അവനാണ് ശരിയായ ഭാഗം മുറുകെ പിടിച്ചവൻ, അവനാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ കരാർ കൊടുത്ത നാം അത് പാലിച്ചേ പറ്റൂ. അതുകൊണ്ട് അല്ലാഹു അല്ലാത്ത ഒന്നിനോടും ഒരു തരത്തിലുള്ള ഇടപാടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ഉണ്ടാവാൻ പാടില്ല. കാരണം ഖുറൈശികൾ പോലും അന്ന് എങ്ങനെ ആ ജാഹിലിയ്യ കാലത്ത് ഖുറൈശികൾ പോലും ചിലപ്പോഴൊക്കെ അവരുടെ ഉള്ളിലുള്ള വിശ്വാസം പുറത്തു വന്നിരുന്നു. ഇപ്പൊ അതും ഇല്ലാണ്ടായി. ഇപ്പൊ ഖലീൽ ബുഖാരി തങ്ങള് പറയുന്നത് കേട്ടിട്ടേ, കപ്പലിൽ പോകുമ്പോൾ കടലിങ്ങനെ ആടിയപ്പം ബദരീങ്ങളേന്ന് വിളിച്ചപ്പം അവര് വന്നിട്ട് സഹായിച്ചു. അള്ളാഹ് പറഞ്ഞ എന്താ അറിയോ? മക്കത്തെ മുശ്രിക്ക് വരെ കടലിൽ തന്നെയാ വിളിച്ചത്. അള്ളാഹു പറഞ്ഞു, ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅവു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർദി ഇദാ ഹും യുശ്രികൂൻ. അവർ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കടൽ കാറ്റ് വരുന്നു, തിരമാല അടിക്കുന്നു, കപ്പലിങ്ങനെ ഉയരുന്നു, മുങ്ങാൻ പോകുന്നു. അവർ എന്നെ തന്നെ വിളിക്കും. അറിയാവുന്ന എന്നെ, അറിയാത്തന്നല്ല, അറിയാവുന്ന എന്നെ തന്നെ വിളിക്കും. രക്ഷപ്പെടുത്തിയാലോ പിന്നെ അവർ ലാത്തനൊക്കെ വിളിക്കാൻ തുടങ്ങും. എന്നാൽ ഇപ്പോഴത്തെ ആൾക്കാര് അങ്ങനത്തെ സമയത്ത് പോലും വിളിക്കുന്നത് അല്ലാഹു അല്ലാത്തവരെ. അത്ര കടുപ്പത്തിൽ ശിർക്ക് ഈ ഉമ്മത്തിനെ കാർന്ന് തിന്നിരിക്കുന്നു. അഥവാ അല്ലാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള മഹാപാതകം. അതിൽ നിന്ന് രക്ഷപ്പെടുക, അതാണ് കരാറിന്റെ ഒന്നാമത്തെ സംഗതി. അല്ലാഹ് കൊടുത്ത കരാർ പൂർത്തിയായേ പറ്റുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ കയറി മക്കയിലെ ആദ്യത്തെ തൗഹീദി പ്രഭാഷണം നടത്തിയപ്പോഴും ഇതന്നെയാ എടുത്തു പറഞ്ഞ കാര്യം, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖുറൈശികൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലായി. ഈ നാട്ടിലുള്ളവർക്ക് അത് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടറിയോ? ചെറുപ്പത്തിലെ പുരോഹിതന്മാർ അവരെ ഉള്ളിലേക്ക് ഈ കഥകളൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചോട്ടെ, ഈ ആളുകളുടെ കഥകൾ പറയുമ്പോൾ, ഈ വ്യക്തികളുടെ കഥകൾ പറയുമ്പോൾ കൂടിയിരിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ ആരോടാണ് സ്നേഹവും ഇഷ്ടവും ബഹുമാനവും, ആരിലാണ് തവക്കുലും ജനിക്കുക? ഒരാൾ വരികയാണ്, ഉദാഹരണം കളവാണ്, പച്ചക്കളവാണ്, അറിയാൻ വേണ്ടി പറയാൻ. ഒരു മുരീദ് വന്നു ഷെയ്ഖിന്റെ അടുത്ത്, പറഞ്ഞത്രേ, ഓള് 4 പ്രസവിച്ച് 4 പെണ്ണാണ്, ഇപ്പം ഗർഭിണിയാണ്, ലക്ഷണം നോക്കിയിട്ട് പെണ്ണ് തന്നെയാ തോന്നുന്നു, എനിക്ക് പെണ്ണ വേണ്ട, എനിക്ക് പെൺകുഞ്ഞിനെ വേണ്ട. അപ്പൊ ആ ഷെയ്ഖ് പറഞ്ഞത്രേ, ഇത് എന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഇത് മടവൂർ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അവിടെ ഒന്ന് ബോധിപ്പിച്ച് അപ്ലിക്കേഷൻ അങ്ങോട്ടങ്ങ് അയച്ചാൽ ഞാൻ ഒപ്പിട്ടാ, നിങ്ങൾ കൊടുത്താൽ മതി. അങ്ങനെ മടവൂരിന്റെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു, ഷെയ്ഖേ എനിക്ക് ഇങ്ങനെ പെൺകുഞ്ഞിന് ആവശ്യമൊന്നുമില്ല, 4 ഉണ്ട്, തലവേദനയാണ്, ചൊറയാണ്. അതെന്നെ ഒരു മുഅ്മിനിന്റെ വർത്താനമല്ല. ഒരു മുഅ്മിൻ അങ്ങനെ പറയില്ല. പെൺകുഞ്ഞുങ്ങൾ മുത്താണ്, മുത്ത്, നമ്മളെ തലയിലെ കിരീടമാണ് പെൺകുഞ്ഞുങ്ങൾ. അവരെ കണ്ടാൽ തന്നെ എന്തൊരു സമാധാനം. അവൾ വന്നിട്ട് സലാം പറയുമ്പോൾ തന്നെ എന്തൊരു റാഹത്താണ്. പെൺമക്കള് മുത്തുകളാണ് അവർ. അള്ളാഹു അവരെ എല്ലാ സംരക്ഷണവും നൽകി ആ പരിമളത്തോടെ സൂക്ഷിക്കട്ടെ. അത്ര സന്തോഷമുള്ളതാണ് പെമ്മക്കൾ ഉണ്ടായാല്. മറ്റത് ഈമാനെതിരാ വർത്താനം. പെമ്മക്കൾ അല്ലാഹ് എന്തായി പാക്കല്, ഓന്റെ ഈമാൻ തന്നെ പോയി, ഖുറൈശികളെ പോലെ. അപ്പൊ മടവൂരിന്റെ അടുത്തെത്തി. മടവൂര് പറഞ്ഞു, ഓക്കെ ഞാൻ ഏറ്റിരിക്കുന്നു. ആരാണ് ഈ മടവൂര് ഇത് ഏറ്റെടുക്കാൻ?
ഇത് മുസ്ലിം ഉമ്മത്തിനെ ആണുങ്ങളെ പെണ്ണുങ്ങളെ കൂട്ടിയിരുത്തിട്ടാ പ്രസംഗിക്കുന്നത്. അങ്ങനെ ഓള് പ്രസവിച്ചു, പെൺകുഞ്ഞായിരുന്ന കുട്ടി ആണായി പുറത്തേക്ക് വന്നിരിക്കുന്നു. കണ്ടോ? ഈ മനസ്സിൽ പാരിലേക്കാ പോവാ ഇത് കേട്ട ആൾക്കാരുടെ. അപ്പൊ ഒരു ക്ലാപ്പനുണ്ടാവും ഇങ്ങനെ ഇരിക്കുന്നു, ഓ ഇതെന്നാ പറ്റിയ സമയം, ആ മടവൂരിനടുത്ത് പോയാൽ ഈ സംഗതി നടക്കുമല്ലേ, നാളെ തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാസർഗോഡ് നിന്നൊക്കെ വരുന്ന കണ്ടിട്ട് നിങ്ങൾ എപ്പം കോഴിക്കോടേക്ക് ട്രെയിൻ കയറിയാലുണ്ടാവും ഒരു ടീം ഉണ്ടാവും മടവൂരേക്ക്. പലപ്പോഴും എൻ്റെ കോലം ഇതല്ല, എൻ്റെ കന്തുറയും തൊപ്പിയല്ല നമ്മൾ സാധാരണ ഇടല്. കണ്ട ഒരു തങ്ങളുടെ ലുക്കുണ്ടാവും, മോതിരമുണ്ട്, ഇന്ന് അത് കൂട്ടിയിട്ട. അപ്പൊ കണ്ടാൽ തന്നെ തങ്ങളെ അസ്സലാമു അലൈക്കും, എത്ര മുത്തലിട്ടിന്നറിയ ഈ കൈക്ക്, തങ്ങളാന്ന് വിചാരിച്ചിട്ട് ചോദിക്കണം. എന്താ അറിയോ, മടവൂരേക്ക് പോകാൻ എവിടെ ഇറങ്ങണ്ട്, ഫറൂഖിലാണോ കോഴിക്കോടാണോ? ഞാൻ മടി പറഞ്ഞു കൊടുക്കില്ല. ഞാൻ പറയും നിങ്ങൾ എന്തിനാ പോകുന്നു? ഒന്നുമില്ല, അസ്സലാമു അലൈക്കും പോകും, പിന്നെ മിണ്ടാൻ നിൽക്കില്ല. ആളുകളുടെ മനസ്സിൽ വരുന്നത് വ്യക്തികളാണ്, അല്ലാഹു അല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ലാസ് കേട്ടാൽ സഹാബത്തിന്റെ മനസ്സിൽ ആരാ വരിക? മൂസാ നബിയ, ഈസാ നബിയ, ഇബ്രാഹിം നബിയ? ഇവരൊന്നും മോചിതത്തില്ലാത്തവരാ, പക്ഷെ അവർക്ക് അല്ലാഹു ആ ഖൽബിൽ വരിക. മുജാഹിദിന്റെ പ്രസംഗം കേട്ടാൽ അള്ളാഹിനെ പറ്റി അറിയാം. സമസ്തക്കാരന്റെയും ഷിയാക്കളെയും പ്രസംഗം കേട്ടാൽ മടവൂര്, പിന്നെ ആര്, ഇങ്ങനെ കുറെ ഉണ്ട്, കുറെ കഥ. ആ പാറ, ആ മരം, ആ കല്ല്, അത് ഇത് കിട്ടിയിട്ട് എന്താ കാര്യം? ഉമ്മത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജീവിതത്തിന്റെ അസ്ല്, അടിസ്ഥാനം, അതിലെ എല്ലാം പോയി. രണ്ട് ഫർദുകൾ പാലിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹു അല്ലാത്തതിനെ സർവ്വതിനെയും ഉൾനിർത്തി കളയണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൗഹീദി പ്രഭാഷണം കേട്ട ഖുറൈശികൾക്ക് ദേഷ്യം പിടിച്ചു. ഇന്നും ഒരുപക്ഷെ ഈ മഹല്ലത്തിൽ ഒരു സലഫി മസ്ജിദ് ഉയരുമ്പോൾ മനസ്സസ്വസ്ഥമാവുന്ന ആളുകൾ ഉണ്ടായേക്കാം. ഈ നാട്ടുകാർക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ ഉണ്ടായേക്കാം. പിശാച് അസ്വസ്ഥമാക്കും ചില മനസ്സുകളെ. ഇനി ആ മിമ്പറുകളിൽ നിന്ന് തൗഹീദിന്റെ ശബ്ദം വരാൻ തുടങ്ങും. ഇനി ആ മിമ്പറുകളിൽ നിന്ന് ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കറകളെന്ന സുന്നത്തുകളുടെ ശബ്ദം ഈ നാട് കേൾക്കാൻ തുടങ്ങും. അത് പിശാചിന് സഹിക്കൂല. പിശാചിന്റെ സൈന്യമായ ജൂത പരീക്ഷകളുടെ ചട്ടുകങ്ങളായ പുരോഹിത വർഗത്തിന് തീരെ സഹിക്കൂല. അവർ ആ ദേശം പ്രകടിപ്പിക്കാൻ തുടങ്ങും. ഉറപ്പാണ്. ആരെ പോലെ? അബൂലഹബിനെ പോലെ. കാരണം എന്താ അറിയോ, നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവില്ല, കാരണം അവർക്ക് അതിനെല്ലാം അറിയില്ല. അവർക്ക് പഠിപ്പിച്ചു കൊടുത്തില്ല, ഷർത്ത് അറിയില്ല, ഫർദ് അറിയില്ല, ഗൗരവ കടുപ്പൊന്നും അറിയില്ല. പക്ഷെ പള്ളിയുടെ മട്ടുപ്പാവെന്ന് കേൾക്കുന്ന ഉസ്താദിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാം. ഈ സലഫികൾ എന്താ പറയുന്നത് അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് അസ്വസ്ഥത വരാൻ തുടങ്ങും. റസൂലുള്ളാഹിന്റെ പ്രസംഗം കേട്ടപ്പോ ഖുറൈശികള് ദേഷ്യം വന്ന് ഇങ്ങനെ കടിച്ച് ആർക്കും ഉണ്ടാകുന്നില്ല. കാരണം എന്താ അറിയോ, അൽ അമീനാണ്. അവർ ഇന്നലെ വിളിച്ചെന്താ അൽ അമീൻ, എന്താ ചോദിക്ക, എന്താ പറയാ? എല്ലാരും അസ്വസ്ഥരാണ്. അവര് പരസ്പരം പിറുപിറുക്കുന്ന എന്താണെന്നറിയോ, എന്തിനാണ് മുഹമ്മദ് പുതിയ വാദം കൊണ്ടുവരുന്നത്? നമുക്ക് പണ്ടേ ഒന്നില്ലേ? നമുക്ക് മില്ലത്തെ ഇബ്രാഹിമിന്റെ ആ പാരമ്പര്യ ദീനൊന്നും കൈമേലുണ്ടല്ലോ. നമ്മൾ തവാഫ് ചെയ്യലുണ്ട്, നമ്മൾ ഉംറ ചെയ്യലുണ്ട്, നമ്മൾ ഹജ്ജ് ചെയ്യലുണ്ട്, സദഖ ചെയ്യലുണ്ട്, ഇഅ്തികാഫ് ഇരിക്കലുണ്ട്. ആര്? അബൂജഹൽ തങ്ങൾ. അതേപോലെ തന്നെ ഉത്ബ, ഷൈബ, വലീദ് അടക്കമുള്ള എല്ലാവരും ഇതൊക്കെ ചെയ്തവരാണ്. അവർ പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്, മില്ലത്തെ ഇബ്രാഹിമിന്റെ വക്താക്കളാണ്. അംർ ഇബ്നു ലുഹയ്യ് ആ സിറിയയിൽ നിന്നും ഒരു ബിംബത്തെ കൊണ്ടുവരുന്നവരെ അവർ പ്യൂർ മുഅ്മിനീങ്ങളാണ്. പിന്നെ അവരിലേക്ക് ഈ ബിംബം വന്നപ്പോ ജാറം വന്നു, മഹാന്റെ ജാറം വന്നു, ആദർശം തകർന്നു. നേരത്തെ അതന്നെ ഇപ്പോഴത്തെ ആൾക്കാരും പറയാ, എന്തിനാ ഈ മുജാഹിദുകൾ പുതിയ പള്ളി, പുതിയ പ്രശ്നം ഉണ്ടാക്കാൻ? എന്തിനാ ഇപ്പൊ പുതിയൊരു കുത്തുവ മലയാളത്തിൽ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ? അതെന്നെ ഖുറൈശികൾ പറഞ്ഞു. വജദ്നാ ആബാഅനാ കദാലിക യഫഅലൂൻ വഇദാ ഖീല ലഹും ആമിനൂ ബിമാ ഉൻസില അലൈനാ, അവരോട് പറയപ്പെട്ടാൽ ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്ന സത്യത്തെ മുറുകെ പിടിച്ചോളൂന്ന്, അപ്പൊ അവര് പറയും വജദ്നാ ആബാഅനാ കദാലിക യഫഅലൂൻ, നമ്മളെ പിതാമഹന്മാരൊക്കെ ചെയ്ത ഒരു രീതിയുണ്ട്, ഒരു ആദർശമുണ്ട്, ഒരു ആചാരമുണ്ട്, ഒരു അനുഷ്ഠാനമുണ്ട്, കർമ്മങ്ങളുണ്ട്, അത് നമുക്ക് മതിയായതാണ്, ഇനി നീ പുതിയതൊന്നും കൊണ്ടുവരണ്ട. അതല്ലേ ഇപ്പം പറയുന്നത്. അള്ളാഹു ആക്ഷേപിച്ച വാദമാണ്, പറയാൻ പാടില്ല. ദീൻ എന്താണ്? ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ്, അള്ളാഹു പറഞ്ഞതും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതും അത് ഉമ്മത്ത് കേൾക്കണം. അന്നേരം അല്ലപ്പോ തറവാട്ടിൽ പണ്ട് അങ്ങനെയില്ലേ? പണ്ട് അങ്ങനെ വലുതും ഉണ്ടാവും.
നാട്ടിൽ പണ്ടേ അങ്ങനെ പലതും ഉണ്ടാവും. നാട്ടിൽ 50 കൊല്ലത്തെ ഖത്തീബൊക്കെ ഉണ്ടാവും. അയാൾ അങ്ങനെ എന്തെല്ലോ കാണിച്ചിട്ടുണ്ടാവും. ദീനതല്ല അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. അബൂലഹബാണ് ആദ്യമായി രംഗത്ത് വന്നത് എതിർക്കാൻ. അതിന്റെ കാരണം എന്താ അറിയോ? അബൂലഹബ് കഅബാലയത്തിലെ ഷെയ്ഖായിരുന്നു, കഅബയിലെ ഖാദിയായി. കഅബാലയത്തിൽ അബൂലഹബിന്റെ ജോലി എന്താണെന്നറിയോ? പെട്ടെന്ന് ഞാൻ പറയാം. ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തന്മാരായ ആളുകളോട് കഅബന്റെ മുമ്പിലുള്ള 300 ചില്ലാനം വരുന്ന ജാറങ്ങളുടെ പോരിശ പറയും. ആര് പറയുന്ന പോലെ? അബൂലഹബ് തങ്ങളുടെ പിൻഗാമികളായ ഇന്നത്തെ തങ്ങന്മാര് പറയും പോലെ മൈക്ക് കെട്ടി 4 മണിക്കൂർ കായംകുളത്തെ കുപ്പസ്വാമിന്റെ ഫളാഇൽ പറഞ്ഞ ടീമാണ്. കുപ്പസ്വാമിയുടെ ഫളാഇൽ 4 മണിക്കൂർ പ്രസംഗിച്ചിട്ടുണ്ട്. ഇത് നൗഷാദ് ബാഖവി ഒരു മനുഷ്യനില്ലേ, നൗഷാദ് ബാഖവി പ്രഭാഷകൻ. ആ ചങ്ങായി ഒരു ക്ലിപ്പ് കണ്ടിട്ട് എനിക്ക് ദേഷ്യോ ചിരിയോ സങ്കടോ എന്തെല്ലോ വന്നുപോയി. ഒരു പുതിയ വികാരം. ചങ്ങായി ഏതോ നാട്ടിൽ പോയിട്ട് പ്രസംഗിച്ചിട്ട് പറയാ, ഉപ്പാപ്പ വെറുത്ത് പോയാ നമുക്ക് എന്താ പറ്റുമോന്ന് അറിയില്ല. ഏതോ മസ്താൻ ഉപ്പാപ്പ അഥവാ നമ്മളോട് ദേഷ്യം പിടിച്ചാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകും. അയാളെ നമ്മൾ വെട്ടി. കുറച്ചെങ്കിലും ബോധം ഉണ്ടാന്ന് വിചാരിച്ചിന്, അതിനുമില്ല. ഏതുപ്പാപ്പയാ നമ്മളെ നിയന്ത്രിക്കുന്നത്? ഏതുപ്പാപ്പയാ നമ്മളെ കാണുന്നുള്ളത്? ഏതുപ്പാപ്പയാ നമ്മളെ അറിയുന്നുള്ളത്? ഏതോ മസ്താൻ ഉപ്പാപ്പന്റെ ഫളാഇൽ പറയാൻ അബൂലഹബിന്റെ ടീംസ്. അതന്നെ ഇതിന്റെ വ്യത്യാസം. ഈ മിമ്പർ എന്തിനാണ് മഹല്ലത്തിന് പുതിയ വന്നത്? ഈ വ്യത്യാസം ജനങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. രണ്ടും രണ്ടാണ്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ടീമാണ്, മറ്റൊന്ന് അബൂജഹലിന്റെ ടീമാണ്. രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. ഒന്നില് ഈ സ്വർഗത്തിന്റെ പാതയാണ്, മറ്റൊന്ന് ദ്വലാലത്തിന്റെ പാതയാണ്. അബൂലഹബിന്റെ ദേഷ്യം മാണിക്കത്തി. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ പൊരുള് അബൂലഹബിന് അറിയാം. അബൂലഹബ് ഉറക്കെ തന്നെ വിളിച്ചു പറഞ്ഞു, തബ്ബല്ലക യാ മുഹമ്മദ്, ഏ മുഹമ്മദേ നശിച്ചു പോവട്ടെ നീ. അലിഹാദാ ജമഅതനാ, ഇത് പറയാനാണോ നീ വിളിച്ചു കൂട്ടിയത്? ഫറഖ്ത ജമാഅതനാ, നീ നമ്മുടെ നാട്ടിലെ ഐക്യം തകർത്തല്ലോ മുഹമ്മദേ. ഇന്നത്തെ തങ്ങന്മാര് പ്രസംഗിക്കൽ എന്താ? സലഫികൾ വന്നിരിക്കുന്നു, അൽഹിദായ പള്ളി വന്നിരിക്കുന്നു, ഇനിയിപ്പൊ തുടങ്ങും. ഉപ്പ വേറെ, മോൻ വേറെ, മാപ്പിള വേറെ, വീടർ വേറെ, മൂത്താപ്പ വേറെ, ഇളയപ്പ വേറെ, കുൽമാലാക്കൂ. എന്നാ അബൂലഹബിന്റെ പ്രസംഗം അത്. ഫറഖ്ത ജമാഅതനാ, നീ ഐക്യം തകർത്തല്ലോ മുഹമ്മദേ. ഇത് പറയാൻ വേണ്ടിട്ടാ വിളിച്ചു കൂട്ടിയത്. നശിച്ചു പോവട്ടെ നീ. അള്ളാന്റെ വഹ്ദാനിയത്ത് പറഞ്ഞപ്പോൾ ഇത്ര രൂക്ഷമായി വിമർശിച്ച അബൂലഹബിന്റെ വാക്ക് അള്ളാന്റെ ഹബീബിന്റെ മനസ്സിന് തട്ടി. പ്രിയപ്പെട്ട നാട്ടുകാരെ, അള്ളാന്റെ തൗഹീദാണ് ഈ പറയുന്നത്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് നമുക്ക് തിന്നാൻ തരുന്ന റബ്ബുൽ ഇസ്സത്തിന്റെ ഏകാധിപത്യമാണ് ഈ പറയുന്നത്. തള്ളലല്ല, ഉൾക്കൊള്ളാൻ വേണ്ട. തള്ളൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. റസൂലുള്ളാഹിന്റെ മനസ്സ് വേദനിച്ചു. ആയത്തിറങ്ങി. തബ്ബത് യദാ അബീ ലഹബ് വതബ്ബ്, ഏ നബിയേ, അബൂലഹബിന്റെ വാക്ക് കേട്ട് നിങ്ങൾ വിഷമിക്കണ്ട നബിയേ. അവൻ എന്റെ ദാത്താണ് തൊട്ട് കളിച്ചത്, അവൻ എന്റെ വഹദാനിയത്തിലാണ് കളിച്ചത്, അവൻ എന്നെയാണ് പരിഹസിച്ചത്. എന്റെ അടിമക്ക് ഞാൻ മതി എന്ന് നിങ്ങൾ പ്രസംഗിച്ചപ്പോ അടിയാറുകളെ അല്ല എല്ലാത്തിനും കഴിവുള്ളവനല്ലേ, അവനല്ലേ നിങ്ങളെ സൃഷ്ടിച്ചത്, അവനല്ലേ ആവശ്യമുള്ളതെല്ലാം തന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അവൻ പോരാ എന്ന് നിങ്ങൾ പ്രസംഗിച്ചപ്പോ അത് പോരാ എന്ന് വാദക്കാരനായ അബൂലഹബ് അവന് വരുന്ന നഷ്ടങ്ങളെ കുറിച്ച് ബോധ്യപ്പെട്ടപ്പോ ആളുകൾ ഈ കലിമത്തിന്റെ പൊരുള് മനസ്സിലാക്കിയാൽ പിന്നെ ഈ ജാറങ്ങളുടെ പോലിശ് അവര് ചെവികൊള്ളൂല, ഈ ദർഗകളുടെ കറാമത്ത് അവര് കൊഴികൊള്ളൂല, ഈ ആളുകളുടെ കറാമത്തുകള് അവര് വലിയ മുഖവിലക്കെടുക്കൂല. അതുകൊണ്ട് തന്നെ അവര് കൊണ്ടുവരുന്ന സ്വർണ്ണ നാണയങ്ങൾ നഷ്ടമാണ്, കുതിരകൾ നഷ്ടമാണ്, വെള്ളി നാണയം നഷ്ടമാണ്, ധാന്യമണികൾ നഷ്ടമാണ്. അബൂലഹബ് എന്ന കഅബന്റെ പൂജാരിയുടെ തങ്ങളുടെ 10,000 കാലിയാവാൻ പോവുകയാണ്. ജനങ്ങൾ ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നബിയെ അബൂലഹബ് അങ്ങനെ പ്രതികരിച്ചത്.
പക്ഷെ നിങ്ങളല്ല നബിയെ. എന്റെ ദാത്തിനെയും വഹദാനിയത്തും തൊട്ട് കളിച്ച ആ അബൂ ലഹബ് ഉണ്ടല്ലോ, തബ്ബത് യദാ അബീ ലഹബ്, ആ തങ്ങളുടെ രണ്ട് കൈകളും നശിക്കട്ടെ നബിയെ. വതബ്ബ, അല്ല നബിയെ, അല്ല, എന്റെ വഹദാനിയത്ത് തൊട്ട് കളിച്ച അബൂ ലഹബ് ഇതാ നശിച്ചിരിക്കുന്നു നബിയെ. ഇനി അബൂ ലഹബുമാര് മുഴുവനും നശിക്കാനുള്ളതാണ്. ഒന്നും നിലനിൽക്കൂല, ഒരു ബിൽഡിംഗും നിലനിൽക്കൂല. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് അത് തകർക്കപ്പെടേണ്ടതാണ്. അത് അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിന്റെ കീഴിൽ വരേണ്ടതാണ് ഇലാ യൗമിൽ ഖിയാമ. അബൂ ലഹബിന്റെ ആൾക്കാർ പോയിട്ട് പറഞ്ഞു, ഇതാ ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്, എന്ത് നീ നശിച്ചു എന്നാ പറയുന്നത്. അപ്പൊ പറഞ്ഞെന്താ അറിയോ, മുഹമ്മദിന് എന്നെ പറ്റി എന്താ അറിയാ, ഞാൻ പൈസക്കാരനാ, എനിക്ക് കുറെ മക്കളുണ്ട്, എനിക്ക് അധികാരത്തിൽ പിടിയുണ്ട്, ഖുറൈശിയാണ്, വലിയ നേതാവാണ്, കസേരമ പിടുത്തുള്ള ആളാണ്, ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. ഇല്ലേ, ആർക്ക് പറ്റൂല? അവിടുതെല്ലാം കൊടുത്ത റബ്ബിനോ നബിയെ, അവന്റെ സ്വത്തോ സമ്പത്തോ മക്കളോ അവൻ ഉപകാരപ്പെടൂല. ശരീരം പൊട്ടി, പൊണ്ണുവന്ന്, ചൊറി വന്ന്, പുഴുക്കൾ കുത്തി, ദുർഗന്ധം വമിച്ച് ഖുറൈശികൾ ഈത്തപ്പഴത്തിന്റെ ഓല വെട്ടി ചൂടാക്കി അതിലിട്ട് കെട്ടി ഏതോ മലകൾക്കപ്പുറത്തേക്ക് തള്ളിക്കളഞ്ഞു. അബൂ ലഹബിന്റെ ശരീരം മരിക്കുന്നതിന് മുമ്പ് നശിപ്പിച്ചു കളഞ്ഞു റബ്ബുൽ ഇസ്സത്ത്. അതുകൊണ്ട് എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, നാട്ടുകാരെ, ആദ്യമായി പറയാനുള്ള സംഗതി ഏതാണ്? വെറുതെ വന്നതല്ല ദുനിയാവില്. ഇങ്ങനെ ആരെങ്കിലും കണ്ടും കേട്ടും പോവലല്ല. ലക്ഷ്യമുണ്ട്, ആഖിറമാണ്, സ്വർഗമാണ്. അത് നേടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത് തൗഹീദിന്റെ രാജപാതയാണ്. കാരണം തൗഹീദ് അസ്ലാണ്, അതിന്റെ മുകളിലാണ് അമലുകളെന്ന ബിൽഡിംഗ്. അമലുകളെന്ന ബിൽഡിംഗ്. ഒരാൾ മുവഹിദായി, അല്ലാഹുവേ നീ മതി എനിക്ക്, ചോദ്യം നിന്നോട്, ദുആ നിന്നോട്, കാവൽ നിന്നോട്, സഹായം നിന്റെ അടുത്തുനിന്ന്, സംരക്ഷണം നിന്റെ അടുത്തുനിന്ന്, തങ്ങൾക്ക് വേറാരും എനിക്ക് വേണ്ട, മുസ്ലിമായി. ഇനി എന്ത് ചെയ്യണം? 5 നേരം കൃത്യമായി നിർവഹിക്കണം. ഈ മിഹ്റാബ് മുവഹിദുകളുടെ മിഹ്റാബാണ്, അഥവാ മുഅ്മിനുകളുടെ മിഹ്റാബാണ്. ഇവിടെ നടക്കുന്ന നിസ്കാരം മുഅ്മിനീങ്ങളുടെ നിസ്കാരമാണ്. ഖൽബിൽ മൊയ്തീൻ ശൈഖിനെ ഏൽപ്പിച്ചിട്ട് തലകുത്തുന്ന നിസ്കാരമല്ല ഈ പള്ളിയിലെ നിസ്കാരം. രണ്ടും രണ്ടാട്ടോ, രണ്ടും രണ്ടായി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും അണ്ടന്റെ അടകോടന്റെ ബേക്ക് പോയിട്ട് കൈകെട്ടാൻ പാടില്ല. നിസ്കാരമാണ് അള്ളാന്റെ മുമ്പിൽ ആ കരാർ, ആ ഷഹാദത്ത് തെളിയിച്ചു കൊടുക്കാനുള്ള ഒന്നാമത്തെ കർമ്മം 5 നേരത്തെ നിസ്കാരമാണ്. എവിടെങ്കിലും പോയിട്ട് കൈകിട്ടാൻ പറ്റൂല. മുമ്പിൽ നിൽക്കുന്ന മുവഹിദാണോ അല്ലോ, മുഅ്മിനാണോ അല്ലേ എന്നറിയണം. ഓടി നിസ്കാരം ബാധകമാണോ എന്നറിയണം. വല്ലാഹി അവൻ മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്നവനാണെങ്കിൽ, യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. ഇതൊരു വരി വെറുതെ ഉദാഹരണത്തിന് പറഞ്ഞു. ഇത് ചൊല്ലിയാൽ കൂലിയൊന്നും കിട്ടൂല, കേട്ടാലും കൂലി കിട്ടൂല. മറിച്ച് ചിലപ്പോൾ ആകാശം ഇടിഞ്ഞ് വീണേക്കാം ദേഷ്യം പിടിച്ചിട്ട് റബ്ബിന്. യാ സയ്യിദി സനദി, എന്റെ നേതാവായവരെ, എന്റെ സഹായിയായവരെ, അഥവാ ഷെയ്ഖ് ജീലാനി അവറുകളെ, ശത്രുക്കൾക്കെതിരെ നിങ്ങൾ എന്നെ സഹായിക്കണമേ എന്ന് നിസ്കാരത്തിന്റെ തൊട്ടു മുമ്പ് പള്ളിയുടെ മിഹ്റാബിനെ മലീമസമാക്കിക്കൊണ്ട് ചൊല്ലിയ ഒരുത്തനാണ് മിഹ്റാബിൽ ആ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. മുമ്പ് ചെയ്തിട്ടുണ്ടാവും, കുളിച്ചിട്ടുണ്ടാവും, വെള്ള കന്തൂറയും വെള്ള തലയിക്കിട്ടുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ കറുപ്പാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിക്കേണ്ട തൗഹീദിൽ ഡാമേജ് സംഭവിച്ചിരിക്കുന്നു. കരാറ് പൊളിഞ്ഞിരിക്കുന്നു. എങ്ങനെ? അള്ളാഹ് നിന്നോട് മാത്രമേ ചോദിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ പറഞ്ഞത്, ചോദിച്ചത് മൊയ്തീൻ ശൈഖിനോടാണ്. പിന്നെ നിസ്കാരം നമ്മൾ കേൾക്കില്ല. ചില ശൈഖന്മാർ നിസ്കരിക്കില്ല. വേണ്ട, ഒരു നിസ്കാരം ഇല്ലല്ലോ, നിസ്കരിക്കുന്നതിന് ഒരു നിസ്കാര നിർബന്ധമില്ല. കാരണം നിസ്കാര നിർബന്ധം ആർക്കാണ്? മുവഹിദിനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാലാണ് നിസ്കരിക്കേണ്ടത്, അല്ലാത്തവൻ ഒരു നിസ്കാരം ഇല്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് പോവാൻ റസൂലുള്ളാഹി പറഞ്ഞു, അവിടെ ചെന്ന് കഴിയുമ്പോൾ അഹ്ലു കിതാബിൽപ്പെട്ട ആൾക്കാരെ കാണും. നീ അവരോട് ആദ്യം എന്ത് പറയണം? വല്യകുൻ അവ്വലു മാ തദ്ഉഹും ഇലൈഹി അയ്യഅബു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ യുശ്രികു ബിഹി ശൈഅ. തൗഹീദാണ്. വഇൻ അതാഊക, അതവൻ അംഗീകരിച്ചാൽ, അഥവാ അവർ ശിർക്ക് വിട്ട്, ജാറം വിട്ട്, ദർഗ വിട്ട്, പുരോഹിതന്മാരെ വിട്ട് എനിക്ക് അന്റെ അല്ലാഹ് മതി എന്ന് പറഞ്ഞു വന്നാൽ വഅ്മുറുഹും, നീ അവരോട് കൽപ്പിക്കണം, ഇന്നല്ലാഹ ഖദ് ഇഫ്തറദ അലൈക്കും 5 സ്വലവാത്തിൻ യൗമൻ വലൈല,
എങ്കിൽ ഇനി നിങ്ങൾക്ക് അള്ളാഹു രാത്രിയും പകലുമായിട്ട് 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്, അതിങ്ങനെ നിർവഹിക്കണം. അതും അവർ ചെയ്ത സക്കാത്ത് പറയണം, അതും ചെയ്ത നോമ്പ് പറയണം, പിന്നെ ഹജ്ജ് പറയണം. ഇത് ആദ്യം തന്നെ നിസ്കാരം ഷഹാദത്ത് അള്ളാഹുവേ ഞാൻ തയ്യാറാണ്, ഇതാ നീ കൽപ്പിച്ച പോലെ നിന്റെ മുമ്പിൽ ഞാൻ കൈകെട്ടി നിൽക്കുന്നു. 2 കാര്യം പ്രിയപ്പെട്ടവരെ നിസ്കാരത്തിൽ ശ്രദ്ധിക്കണം. ഈ പള്ളിയുള്ള നിസ്കാരത്തിൽ മറ്റു പള്ളി എന്ന് ഞാൻ പറഞ്ഞാൽ തൗഹീദില്ലാത്ത പള്ളികളിലുള്ളവർ ആദ്യം തൗഹീദ് പഠിക്കണം. അതിനിവിടെ വന്നാൽ വെള്ളിയാഴ്ച ഈ മിമ്പറിന് താഴെ വന്നിരുന്നാൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തൗഹീദ് കേൾക്കാം, ദീനിന്റെ അടിസ്ഥാനം കേൾക്കാം. അത് ക്ലിയർ ആക്കണം, എന്നിട്ട് നിസ്കരിക്കണം. 2 കാര്യം നിസ്കാരത്തിൽ ശ്രദ്ധിക്കണം. ഒന്ന് ഖുശൂആൻ, മറ്റൊന്ന് ഖുദൂആൻ. ഞാൻ പെട്ടെന്ന് നിർത്താം ഇൻഷാ അല്ലാഹ്. ഖുശൂ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ സൂഫികളുടെ നിസ്കാരമല്ല നമ്മൾ നിസ്കരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരമാണ്, അഥവാ മനസാന്നിധ്യമുള്ള നിസ്കാരം, ഗൗരവത്തോടെയുള്ള നിസ്കാരം, അഞ്ഞാമുന്ന നിസ്കാരമല്ല. ശൈഖ് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞു, പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നവന്റെ കോലം കണ്ടാൽ മനസ്സിലാവും അവൻ ആദർശവാദിയാണോ അല്ലേ എന്നുള്ളത്. കോലം കണ്ടാൽ തിരിയും. വരുന്നത് അള്ളാഹുവിനോടുള്ള മുനാജാത്തിനാണ്, റബ്ബിനോട് സംസാരിക്കാനാണ്. മംഗലത്തിന് പോകുമ്പോൾ പെണ്ണുങ്ങൾ ഏറ്റവും നല്ല കുപ്പായം, ആണുങ്ങൾ അതിനേക്കാളും നല്ല കുപ്പായം, മക്കൾ അതിനേക്കാളും നല്ല കുപ്പായം. മംഗലം കഴിഞ്ഞിട്ട് പോരക്ക് മരുവിസ്കരിക്കാണ്ട് വരുമ്പോൾ ആ നല്ലതാണ് ഊരി വെച്ചിട്ട് ട്രൗസറും ഒരു ടീഷർട്ടും, ഇല്ലെങ്കിൽ ഒരു മുണ്ടും, മലപ്പുറംകാരല്ലേ, ഒരു കള്ളി മുണ്ടും ഒരു ടീഷർട്ടും പള്ളിയിലേക്ക്. അത് ഖുശൂഇന് നിസ്കാരം ചെയ്യാവോ? പക്ഷേ അത് അള്ളാഹുവിന്റെ മുമ്പിലുള്ള അദബിനെതിരാണ്. മുവഹിദ് അങ്ങനെ ആയിക്കൂടാ. നമ്മൾ ഉപ്പ എപ്പോഴും പറക്കുന്ന പറയും നമ്മളോട്, രാവിലെ എണീച്ചിട്ട് സുബഹിക്ക് പള്ളിയിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന കാണുമ്പോൾ വീടന്മാർ ചോദിക്കും, അല്ല ഇപ്പൊ രാവിലെ തന്നെ എങ്ങോട്ട് പോകുന്നു? എവിടെയില്ല, നിസ്കരിക്കാൻ വേണ്ടി പോകുന്നതാ. അങ്ങനെ ഒരുങ്ങണം. കാരണം മുവഹിദിന്റെ, ഞാൻ എൻ്റെ കൽബിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന എൻ്റെ റബ്ബ്, എനിക്കേറ്റവും സ്നേഹമുള്ളവൻ, എനിക്കേറ്റവും ആദരവുള്ളവൻ, ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നവൻ, അവനോട് സംസാരിക്കാൻ വേണ്ടി പോവാൻ. ആ കോലത്ത് പോകണം. ആ പോകുന്ന പോക്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശം കൊണ്ട് പൊതിയുന്ന ദുആ പഠിപ്പിച്ചിട്ടുണ്ട്, അത് പറഞ്ഞുകൊണ്ട് പോകണം. കൈകെട്ടി ഞാൻ ഖിയാമിലാണെന്നുള്ള ബോധം ഉണ്ടാവണം. അല്ലാഹു അക്ബർ. നമ്മൾ ഫാത്തിഹ തുടങ്ങുമ്പോഴേക്കും പീടിയിലെത്തി, ഇല്ലെങ്കിൽ പുരക്കെത്തി, ഇല്ലെങ്കിൽ മംഗല വീട്ടിലെത്തി, ഇല്ലെങ്കിൽ തോട്ടത്തിലെത്തി. അങ്ങനെ കണക്കെല്ലാം കൂട്ടി എല്ലാവരെയും കണ്ടു കഴിഞ്ഞ് റാഹത്തായിട്ട് ഇങ്ങനെ പേപ്പറെല്ലാം മടക്കി വെച്ചിക്കുമ്പോൾ ഉണ്ടാവും ഒരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓരെന്ത് പറയും? വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ദുനിയാവിൽ, നമ്മുടെ നാട്ടിലുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, ആരോ സലാം പറയുന്നത് കേട്ടതാ. കാരണം ഓന് ബോധമില്ല. ഖുശൂ ഇല്ലാത്ത നിസ്കാരം. വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല. മുവഹിദ് അങ്ങനെയായിരിക്കും. അത് മുനാഫിക്കാണ്. ഇമാം ഓതുന്നത് ഫാത്തിഹയാണ്, ഞാനിപ്പോ സൂറത്ത് ഓതുകയാണ്, ഞാനിപ്പോ റുകൂഇലാണ്. നമ്മളെപ്പോഴാണ് ആമീൻ പറയാ? എൻ്റെ പൊന്നു മുവഹിദുകളെ, ഈ പള്ളിന്റെ പ്രത്യേകതയായി പറയുന്നു. നമ്മളെപ്പോഴാണ് ആമീൻ പറയാ? വലദ്ദാലീൻ കേട്ടാൽ, ഫാത്തിഹ തീർന്നാലല്ല. ഇതാണ് വ്യത്യാസം. വലദ്ദാലീൻ ആമീൻ. ഇനി അഥവാ ഇമാം സൂറത്ത് ഓതി, ചില സൂറത്ത് ഇന്നഹു കാന മിനദ്ദാലീൻ, ഇവൻ പീടിയിലാണുള്ളത്, വലദ്ദാലീൻ കേട്ടു, ആമീൻ ഒറ്റക്ക് പറയും വെക്കുന്നത്. ഖുശൂ ഇല്ല. മുവഹിദിന്റെ നിസ്കാരം അങ്ങനെ ആയിക്കൂടാ. അൽ ഹിദായ സലഫി മസ്ജിദിന്റെ നിസ്കാരം അങ്ങനത്തെ നിസ്കാരം ആയിക്കൂടാ. കാരണം ഇതിന്റെ മെഹ്റാബ് തൗഹീദിന്റെ പ്രകാശമുള്ള മെഹ്റാബാണ്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ മസ്അല പഠിക്കണം. ഖുശൂ കൃത്യമായി. ഖുദൂ എന്ന് പറഞ്ഞാൽ അവയവങ്ങളുടെ സാന്നിധ്യമാണ്. കൈയടക്കെട്ടണം. ഷാഫിമാൻ പറഞ്ഞ പോലെയല്ല, ഹനഫിമാൻ പറഞ്ഞ പോലെയല്ല, അള്ളാഹുവിന്റെ റസൂല് കെട്ടിയ പോലെ. അതല്ലേ ക്ലിയർ? കൈ എങ്ങനെ പൊക്കണം? അള്ളാഹുവിന്റെ റസൂല് പൊക്കിയ പോലെ. തശഹുദിൽ എങ്ങനെ ഇരിക്കണം? അള്ളാഹുവിന്റെ റസൂൽ ഇരുന്ന പോലെ. ദുആ എങ്ങനെ ചെയ്യണം? അള്ളാഹുവിന്റെ റസൂൽ ചെയ്ത പോലെ. ഖലാസ്. അതിനപ്പുറത്ത് വേറൊരു വാക്കില്ല, ആർക്കും എതിർക്കാനും പറ്റൂല. അപ്പൊ ഒരുത്തം പറയാ, ഒരു ഖുറാഫ്, നീ പോപ്പാ, നിന്റെ റസൂലുള്ളാഹിന്റെ ചെയ്യല് എന്താ ഓന്റെ ഹുക്മ്? ഒരാൾ പറഞ്ഞു സുബ്ഹിക്ക് ഈ പള്ളിയിൽ കുനൂത്ത് ഉണ്ടാവില്ല. അപ്പൊ നാട്ടിലുള്ള ആൾക്കാർ ചോദിക്കും, എന്തിപ്പോ നിങ്ങളെ പള്ളിയിൽ കുനൂത്തില്ലാത്ത? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുനൂത്ത് പതിവായിട്ട് ഓതിയിട്ടില്ല. സുബ്ഹിക്ക് പോകാൻ പറയും, ഷാഫി ഇമാമല്ല ഓതിയപ്പോ, അതുകൊണ്ട് ഞാൻ ഓതും. അപ്പൊ ഇവൻ ആരെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്തിബാ ചെയ്തത്? റസൂലുള്ളാഹിയല്ല, ഷാഫി ഇമാമിനെയാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അള്ളാഹു ചോദിക്കുന്നത് എന്താണ്? അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. കറകളന്ന സുന്നത്തായിരിക്കണം പള്ളിയിൽ, നിസ്കാരത്തിൽ പ്രത്യേകിച്ചും. അതാണ് ഖുദൂ.
എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാൻ വരികയാണ്. റമദാൻ അള്ളാഹു നൽകുന്ന ഒരു സുവർണാവസരമാണ്. ആർക്കാന്നറിയോ റമദാൻ? നമ്മൾ ഇപ്പൊ പറഞ്ഞ ഉടമസ്ഥനായ റബ്ബിന് കരാറ് കൊടുത്ത ആൾക്കുള്ളതാണ് റമദാൻ. മുവഹിദുകൾക്കുള്ള ഗോൾഡൻ ചാൻസ് ആണ് റമദാൻ. നോമ്പും തറാവീഹും ഖിയാമുൽ ലൈലും ഇഅ്തികാഫും ദുആയും ഖുർആനോത്തും ഇതൊക്കെ മുവഹിദുകൾക്ക് ബാധകമായതാണ്. കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തി അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. ഈ മിമ്പറിൽ നിന്ന്, ഈ മിഹ്റാബിൽ നിന്ന് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് തൗഹീദിന്റെ സുന്നത്തിന്റെ പ്രകാശം അവരുടെ മനസ്സിന്റെ ഉള്ളകത്ത് കയറാൻ അള്ളാഹു കാരണമാക്കട്ടെ. ഇതിനുവേണ്ടി ആരൊക്കെ പരിശ്രമിച്ചുവോ, ആരൊക്കെ അധ്വാനിച്ചുവോ, സമയം കൊണ്ട്, പൈസ കൊണ്ട്, അതേപോലെ തന്നെ നല്ല വാക്കുകളെ കൊണ്ട്, നല്ല സപ്പോർട്ട് കൊണ്ട്, നല്ല ചിന്തകളെ കൊണ്ട് അവർക്കെല്ലാം നാളെ അള്ളാഹു അവൻ്റെ കോടതിയിൽ ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിന് ദീൻ പഠിക്കാൻ, ഇസ്ലാം പഠിക്കാൻ, ഈമാൻ പഠിക്കാൻ, ഇഹ്സാൻ പഠിക്കാൻ അൽ ഹിദായൻ്റെ മിമ്പറിനെയും മെഹ്റാബിനെയും അള്ളാഹു വിശാലമാക്കട്ടെ. അതിന് പറ്റിയ അർഹതയുള്ള കൈകളിൽ അള്ളാഹു ഏൽപ്പിക്കുമാറാവട്ടെ. നാളെ ആഖിറത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെടുത്തി അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവേ, പാപികളാണ്, നീ മാപ്പാക്കി താ അല്ലാഹ്. മരണം നല്ല നിലക്ക് സലാമത്താക്കി താ അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, ബലാ മുസീബത്തുകളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന് നീ കാവലാകണേ അല്ലാഹ്. അല്ലാഹ്, അങ്ങ് ഫലസ്തീനിൽ, ലോകത്തിൻ്റെ മറ്റെവിടെയൊക്കെയോ നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, പിഞ്ചു പൈതങ്ങൾ ദീനിൻ്റെ പേരിൽ, ഇസ്ലാമിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്നു, കഷ്ടപ്പെടുന്നു. നീ എല്ലാം കാണുന്നവനാണ്, നീ എല്ലാം അറിയുന്നവനാണ്, നീ അശ്രദ്ധനുമല്ല. എന്നാലും അള്ളാഹുവേ, നിന്റെ ഖുദ്റത്ത് കൊണ്ട് അവർക്ക് സംരക്ഷണം നൽകണേ അല്ലാഹ്. അവരെയും നമുക്കും സംരക്ഷണം ലഭിക്കാൻ നീ എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് കൃത്യമായി പൂർത്തിയാക്കാൻ നീ തൗഫീഖ് താ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.